ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഇനി വരുന്നതൊക്കെ നല്ല കിട്ടിലൻ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ജെസ്സിനെയും നവീനെയും ധ്രുവനെയാണ്. അപ്പോൾ ധ്രുവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ജെസ്സി, നിൻ്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത്. ഗൗരിയും ശങ്കറും നിൻ്റെ അഭിനയത്തിന് മുൻപിൽ ഫ്ലാറ്റായി പോയി. ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെയൊരു ടെസ്റ്റ് ഉണ്ടാവുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. നവീൻ ബ്രോ, കാര്യങ്ങളൊക്കെ ശരിയാ. ശങ്കർ ബായിക്കൊന്ന് കാലിടറിയെന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ അങ്ങേർക്ക് ഫുൾ പവറിലേക്ക് തിരിച്ചു വരാനേ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. ജെസ്സി, നിനക്ക് ചെന്നൈയിലേക്കുള്ള ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എത്രയും വേഗം താമസിക്കാനുള്ള സൗകര്യവും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ വിട്ടോണം, ഇപ്പം തന്നെ എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് ശേഷം മാത്രമേ തിരിച്ച് നാട്ടിലേക്ക് വരാവുള്ളൂ. ഇന്ന് തന്നെ പോണോ എന്ന് ചോദിച്ചു. പോണം. നീ ദ്രോഹിച്ചതേ ഗൗരിയാ. ഇനി ശങ്കർഭായി അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശങ്കർഭായി നിന്നെ തേടിയെത്തും. അതുകൊണ്ടാ പറയുന്നത്. ഇന്ന് തന്നെ ഇപ്പം തന്നെ നീ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേണ്ട ഷാനും കിരണും കൂടെ വന്നു. ചെന്നൈക്കുള്ള ടിക്കറ്റ്. ചെന്നൈയിൽ ഞാൻ എത്ര നാൾ നിൽക്കേണ്ടി വരും? അതിപ്പോൾ പറയാൻ പറ്റില്ല. തൽക്കാലം നീ എന്താണെങ്കിലും ചെന്നൈക്ക് തന്നെ വിട്ടോ. എല്ലാം ശരിയാക്കിയിട്ട് വിളിക്കാം. നിനക്ക് ഒന്നിനും ഒരു കുറവും അവിടെ ഉണ്ടാവില്ല. അവിടെ നിനക്കൊരു ചെറിയൊരു ജോലി വരെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നവീൻ ബ്രോ കയ്യിലിരുന്ന പണം എടുത്ത് നേരെ ജെസ്സിക്ക് കൊടുക്കുകയാണ്. ചെയ്ത പ്രതിഫലത്തിന് കൂലി കൊടുക്കണമല്ലോ. അപ്പോൾ വേണ്ട കൂലി കൊടുത്തു, വാങ്ങിച്ചു. നമ്മൾ പറഞ്ഞുറപ്പിച്ചതിലും കൂടുതൽ തുക ഇതിലുണ്ട്. മനസ്സിലായല്ലോ? സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ശരി, പക്ഷേ എങ്കിൽ ഒരുപാട് നാളൊന്നും മാറി നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ. കൂടി വന്നാൽ ഒരു 6 മാസം, അതിൽ കൂടുതലൊന്നും എന്നെ അവിടെ നിർത്തരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും. ജെസ്സി, നീ തൽക്കാലം ചെന്നൈക്ക് പോയിക്കോ. ചെന്നൈയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഞാനും നവീൻ ബ്രോയും കൂടെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. അത് നിന്നെ അറിയിക്കുകയും ചെയ്യാം. അത് തൽക്കാലം എന്നാൽ പിന്നെ വിട്ടോ. ഇനി ഒട്ടും സമയം കളയണ്ട. ഷാനെ, നീയും കിരണും ജെസ്സിയെ കൂടെ തന്നെ ഉണ്ടാവണം ഒരിടത്തും. ജെസ്സി ഒവ്വഴി നിന്നെ എയർപോർട്ടിലെത്തും. ഇവിടുന്ന് നേരെ എയർപോർട്ട്. വേഗം ഒരിടത്തും ഇറങ്ങാൻ പാടില്ല. മനസ്സിലായല്ലോ? അല്ല, അത് പിന്നെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വീട്ടിലായിരിക്കണത്. അതെടുക്കണ്ടേ? നിൻ്റെ സാധനങ്ങളിൽ ഒന്നുപോലും മിസ്സാവാതെ ചെന്നൈയിൽ നിൻ്റെ ഫ്ലാറ്റിലെത്തിയിരിക്കും. എന്താ അതുപോലെ? ഇപ്പം നീ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ കൈയൊക്കെ കൊടുത്ത് നമ്മളെ യാത്രയാക്കുകയാണ് ഇവർ. അപ്പോൾ ജെസ്സി നേരെ ചെന്നൈയിലേക്ക് പറക്കുകയാണ്. നവീൻ ബ്രോ, പ്രൊഫസറും ഫാമിലിയും എന്താണെങ്കിലും ഗൗരിയെ ഒറ്റപ്പെടുത്തി. പക്ഷേ നമ്മുടെ മിഥുൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അപ്പം മിഥുനും ആരതിയായിട്ടുള്ള വിവാഹം അത് നടക്കില്ലേ എന്ന് ചോദിച്ചു. ഒന്ന് ചിരിച്ചിട്ട്, അതെ, നന്ദിനി അമ്മയ്ക്ക് അല്ല, നന്ദിനി ആൻറ്റി. ഞാൻ അവരെ നന്ദിനി അമ്മ എന്നാണോ നന്ദിനി ആൻറ്റി എന്നാണോ വിളിച്ചിരുന്നത്? എനിക്കാണെങ്കിൽ നല്ല ഓർമ്മ കിട്ടണില്ല. അതിപ്പോൾ എന്തായാലും എന്താ. പക്ഷെ ചിലപ്പോൾ ഭാവിയിൽ നമുക്കൊരു പണി വരാനായിട്ട് ആ വഴി ഒരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തോളം ഗൗരി ഒരു സൂക്ഷ്മതയുള്ള ആളാണ്. ഏത് കാര്യത്തിലും അവളെന്നെ മിസ്റ്റേക്ക് നോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് പണിയാവും ബ്രോ. അതാ നവീൻ ബ്രോ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം പറ. ഈ ഞാൻ തെറ്റിദ്ധാരണകൾ മാറിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ ആരതിയും മിഥുനുമായിട്ടുള്ള വിവാഹം മുടങ്ങും? എൻ്റെ ധ്രുവ, സ്വന്തം അമ്മ തന്നെ ഗൗരിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അങ്ങനെ സംഭവിക്കരുതെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതാണോ? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നീ തന്നെ ആയിരിക്കും ആരതിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഒരു മാറ്റവും ഇല്ല. ആരതിയെ ഞാൻ വിവാഹം കഴിക്കുന്നതുകൊണ്ട് നവീൻ ബ്രോയ്ക്ക് എന്താ ഗുണം? ശങ്കറിൻ്റെ അളിയനായി നിന്നെ പോലെ ഒരുത്തൻ ആ കുടുംബത്തിൽ കയറി ചെല്ലണം. പ്രൊഫസറുടെ മകളുടെയും നീ അവളുടെ മരുമകനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ നിനക്കെതിരെ ശങ്കറിൻ്റെ കൈ പൊങ്ങില്ല. ആരതി പിന്നെയാണ് നമ്മളെ യഥാർത്ഥ കളിക്ക് തുടങ്ങാൻ പോണത്. ആരതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പ്രൊഫസറോടും കുടുംബത്തോടും എനിക്ക് എന്ത് വേണമെങ്കിലും, എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം. ഞാൻ എന്ത് ചെയ്താലും ആരതിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി എന്നെ സംരക്ഷിച്ചോളും. അല്ലേ ബ്രോ? പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും ശങ്കറിൻ്റെ മുന്നിൽ പോയി ചാടിക്കൊടുക്കരുത്. മനസ്സിലായല്ലോ? ശങ്കറിനെ നിന്നെ കിട്ടിയ അതോടെ നമ്മുടെ എല്ലാ പ്രാണികളും തകർന്നടിയും.
ആരതിയും ഇതിൻ്റെ വിവാഹ ദിവസം ആ ദിവസം വേണം ശങ്കർ നിന്നെ നേരിൽ കാണേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? നവീൻ ബ്രോ, ഒരു കാര്യം, നമ്മുടെ ശങ്കർ ബായിക്ക് എന്നേക്കാൾ ബെസ്റ്റ് ഒരു അളിയനെ കിട്ടാൻ ഇനിയില്ല അല്ലേ? ഞങ്ങൾ രണ്ടുപേരും അളിയൻസ് നല്ല രസമായിരിക്കൂലേ? സൂപ്പർ. എന്നെ മരുമകനായിട്ട് സ്വീകരിക്കേണ്ടി വരുന്ന പ്രൊഫസറുടെയും കുടുംബത്തിൻ്റെയും ഒരവസ്ഥ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് നവീനും അതുപോലെ തന്നെ ധ്രുവനും. ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടാളും കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ശംഖുവിനെയാണ്. അപ്പോൾ ശംഖു ആകെ ഡെസ്പാണ്. എന്ത് ചെയ്യണ്ടേന്നറിയില്ല. വേരുക നടക്കുന്നത് പോലെ തേരാ പാര റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളാകെ ദേഷ്യത്തിലാണ്. ആരാ ഞങ്ങളെ ചതിച്ചത്? ഞങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റുപറ്റിയത്? ആ കുട്ടി ചതിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ എൻ്റെ പാവം ഗൗരി നാണം കെട്ടുപോയത്. വിടില്ല ഞാൻ. അവളെ വിട്ടുകളഞ്ഞത് വളരെ മോശമായിപ്പോയി. നന്നായിട്ടൊന്ന് വിരട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയനെ. ഇപ്പം ശംഖു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഗംഗ അങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ ഗംഗ കയറി വന്നു. അപ്പോൾ ഗംഗ വന്നിട്ട്, കുട്ടിക്കാലം തൊട്ട് ശംഖുവിൻ്റെ മനസ്സിൽ എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എങ്കിൽ ശംഖു എന്തിനാ ആ സ്നേഹം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അത് വേണ്ടിയിരുന്നില്ല. അപ്പം ഗംഗയ്ക്ക് ഒരു ചെറിയൊരു അഫെയർ അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. ശംഖു എന്ന് വിളിച്ചു. എന്നിട്ട് നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ശങ്കറിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നീ എന്താ ഗംഗ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു. നീ എന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്ന പോലെ, തീരെ പരിചയമില്ലാത്ത ഒരാളെ നോക്കണം പോലെ നോട്ടമാണല്ലോ. എന്താ പറ്റിയത്? അല്ല, ചില മനുഷ്യരെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമെന്ന് നാം വെറുതെ തെറ്റിദ്ധരിക്കും. അവരുടെ ഉള്ളു നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവൂട്ടോ. നീ ഇതാരുടെ കാര്യമാണ് ഗംഗ ഈ പറയണത്? നീ കേട്ടിട്ട് നിനക്ക് ആരെപ്പറ്റിയാണോ തോന്നിയത്? നീ പറയണത് എന്തൊട്ടാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആകെ കിളി പോയി നിൽക്കുക. എന്താടാ പ്രശ്നം? അതിപ്പോൾ പറയാൻ വരണ മൂഡിലൊന്നും അല്ലട്ടാ ഞാൻ. എന്നാൽ ശരി, വിട്ടു കളഞ്ഞേക്ക്. പിന്നെ നാളെ നിനക്ക് എന്താ മോനെ നിൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടണില്ല. ശംഖു, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അപ്പോഴും മിണ്ടണില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇല്ലടി, ഒരു പ്രശ്നമില്ല. അല്ല, നീ എന്താ, നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാലോ? നീ വരുന്നുണ്ടോ? എവിടേക്ക്? അത് സീക്രട്ടാണ് മോനെ. എന്തൊട്ട് സീക്രട്ടാ? എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വരാം. ഇല്ലെങ്കിൽ നീ വേറെ ആളെ നോക്ക്. ശംഖു ഇന്ന് ആകെ ചൂടിലാണല്ലോ. ഗൗരിയോട് വഴക്കിട്ടോ? ഞാൻ ആരോടും വഴക്കിട്ടിട്ടൊന്നുമില്ല. നീ വെറുതെ പറഞ്ഞേ. നാളെ നിനക്ക് എവിടേക്കാണ് പോകേണ്ടത്? ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് നാളെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ആ കുട്ടി വല്ലാത്തൊരവസ്ഥയിലാടാ. അതുകൊണ്ട് അവൾക്ക് എന്നോട് എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. പാവം. തിരുവനന്തപുരത്തേക്ക് ശംഖു എൻ്റെ ഒപ്പം ഒന്ന് വരാമോ? തിരുവനന്തപുരത്തേക്കാണോ എന്ന് ചോദിച്ചു. അതെ, തിരുവനന്തപുരത്തേക്ക് തന്നെ. എന്നാലേ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു. ശംഖു ആഗ്രഹിച്ചത് അത് തന്നെയാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ഒരാളെ കാണാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ആരോട് നേരിട്ടൊന്ന് ചോദിക്കാനുണ്ട്. ഇന്നലെ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല കേട്ടോ. നാളെ എനിക്കൊന്ന് വിശദമായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാനും വരാടി എന്ന് പറഞ്ഞു. ഇത് നോക്കടാ, ഇതാ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ശിവാനിയുടെ ഫോട്ടോ. അപ്പോൾ ഇത് കണ്ട് ശംഖു ഒന്ന് ഞെട്ടി. ഈ കുട്ടീനെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല നിനക്കെങ്ങനെ ഈ കുട്ടിയെ പരിചയം എന്ന് ചോദിച്ചു. ശിവാനി, നിനക്ക് എങ്ങനെ പരിചയം? നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? ഈ കുട്ടിയുടെ പേര് ശിവാനി. എന്താടാ, നിനക്ക് ശിവാനിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ശിവരഞ്ജിനി എന്ന അവളുടെ ഫുൾ നെയിം. പക്ഷേ ഞാനവളെ ശിവാനിന്നേ വിളിക്കുള്ളൂ. പക്ഷേ അവൾക്ക് ആ വിളി തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നറിയോ, അവൾക്കൊരു എക്സ് ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നതാ. അവളെ തേച്ചിട്ട് പോയ ഒരുത്തൻ. അവളെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്രേ. അതുകൊണ്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ. എങ്കിലും ഞാൻ അവളെ ശുണ്ടി പിടിപ്പിക്കാനേ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാട്ടോ. മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ശിവാനിന്ന് തന്നെ വിളിക്കും. പാവാട്ടോ അവള് എന്ന് പറഞ്ഞു. ശംഖുവിന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. തേടിയ വള്ളി കാലെ ചുറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് ശംഖു ആ ഫോട്ടോയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണം. എൻ്റെ പൊന്നെ, എൻ്റെ മുത്ത ഗംഗേ, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ശങ്കർ ഭായി ആൾ പൊളിയല്ലേ. ഹെയർ ഭായി ഇങ്ങനെ നിൽക്കുകയാണ്. നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ശംഖു ചെയ്യേണ്ടത് എന്ന് ഗംഗ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരുടെ.
പിന്നെ നമ്മൾ കാണുന്നത് ആദർശിനെയും വേണീനെയാണ്. അപ്പോൾ ആദർശിൻ്റെ കാലിൽ കുഴമ്പൊക്കെ തേച്ച് വേണി ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആദർശിന് സങ്കടാട്ടോ ശരിക്കും. വേണി അപ്പോൾ ആളാകെ നിരാശഭാവത്തിലാണ് ഇരിപ്പൊക്കെ. എന്താ ആദർശേട്ടാ? വേണി, നീ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആട്ടോ. എൻ്റെ ഈ വിരലുകൾ പോലും എൻ്റെ ഇഷ്ടത്തിനൊന്ന് ചലിക്കുന്നത് പോലുമില്ല. നീ കണ്ടില്ലേ? ആദർശേട്ടാ, ഒന്നുകൂടി ഒന്ന് ശ്രമിച്ച് നോക്ക്, വിരലൊന്ന് ഇളക്കി നോക്ക്, അനക്കാൻ പറ്റുമെന്ന് അറിയാലോ എന്നൊക്കെ വേണി പറയുന്നുണ്ടെങ്കിലും പക്ഷേങ്കിൽ ആദർശിനെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ. ആദർശന് സങ്കടമാണ്. ഞാൻ ഇനി വീൽ ചെയറിൽ നിന്ന് എണീറ്റ് നടക്കുന്ന പോയിട്ട് ഒരു ചുവടെങ്കിലും വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ വേണിയൊന്ന് ചിരിച്ചു. നീ എന്തിനാ ചിരിക്കണത്? എൻ്റെ പൊന്നു മത്താപ്പേ, നിങ്ങളെന്താ പറഞ്ഞത്? ഈ വൈദ്യൻ്റെ മരുന്ന് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്നാ? പിന്നെ എന്തിനാ അവർ വൈദ്യശാല തുറന്നു വച്ചിരിക്കണത്? വേണി, നീ ഒന്നും മനസ്സിലാക്ക. എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു മരുന്നിനും കഴിയില്ല വേണി. അത് നിങ്ങൾ പറഞ്ഞത് 100% സത്യസന്ധമായ കാര്യാട്ടോ. എന്താണെന്നറിയോ? ആദർശേട്ടനെ പഴയ ആദർശേട്ടനായിട്ട് മാറ്റാനേ ഒരു മരുന്നും കൊണ്ടും കഴിയില്ല. അതിന് കഴിയുന്ന ഒരേ ഒരാൾ ആരാണെന്നറിയോ ആദർശേട്ടന്? അതെ, അത് ആദർശേട്ടൻ തന്നെയാണ്. ആദർശേട്ടൻ മാത്രാട്ടോ. പിന്നെ ദേ നോക്കിയേ, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വേണം. നമ്മൾ ഒരു തീയായിരിക്കണം കേട്ടോ, വെറും തീയല്ല, ആളി കത്തണ തീയ. എനിക്കെഴുതി നടക്കണം, നടന്നേ പറ്റുമോ, അതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആ തീയ. മനസ്സിലാവുന്നുണ്ടോ മത്താപ്പിന്? അപ്പോഴേക്കും നന്ദിനി അമ്മ ഒച്ചയ്ക്ക് നിലവിളിച്ച് കാറാണ്. മോളെ വേണി, ഓടി വാ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു. നന്ദിനിയമ്മ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും നന്ദിനിയമ്മ ഭയങ്കര ഒച്ചയ്ക്ക് കരയണം. വേണി ഓടി വാ മോളെ എന്ന് പറഞ്ഞു. ആദർശേട്ടാ, ദേ ഈ വേറിൽ ഒന്നുകൂടെ അനക്കാൻ ശ്രമിക്കട്ടോ. ഞാൻ നന്ദിനിയമ്മ എന്തൊട്ടാ വിളിച്ചതെന്ന് ചോദിച്ചിട്ടേ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് വേണിയും നേരെ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണ് അവിടെ ഫോൺ ബെല്ലടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട ആദർശിനെ എടുക്കാനും പറ്റണില്ല, നീങ്ങാനും പറ്റണില്ല. ആദർശ് ഫ്രണ്ടോട്ട് നീങ്ങിയപ്പോൾ ഫ്രണ്ടിൽ വെച്ചിരുന്നതേണ്ട കുഴമ്പ് കുപ്പി മറിച്ച് താഴെയിട്ടു. ആളങ്ങോട്ടേക്ക് നീങ്ങിയും ഈ വീൽ ചെയർ ഇതേ സ്ലിപ്പായി ആദർശ് നിലത്തേക്ക് വീണു കേട്ടോ. ഓരോ താരത്തിൽ വലിഞ്ഞ് എഴുന്നേറ്റ് അപ്പം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വേണി വേണി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വേണി എവിടെ കേൾക്കാൻ? വേണിയോട്ട് കേൾക്കുന്നുമില്ല. ആദർശ് ഡെസ്കെ പിടിച്ച് ഒരു തരത്തിലൊക്കെ പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യോ എന്താ നന്ദിനിയമ്മേ, എന്താ പറ്റിയത്? അയ്യോ എന്താ പറ്റിയത്? ആരതിമോളെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് വേണിയും അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പോൾ ഇതോടെ കേട്ടപ്പോഴത്തേനും ആദർശന് വെപ്രാളും പരവേശ എന്തായിന്ന് അറിയത്തുമില്ല. ആദർശനോട്ട് പോകാനും പറ്റണില്ല. ആദർശ് ഒരു തരത്തിൽ വലിഞ്ഞ് എഴുന്നേറ്റ് വീൽ ചെയർ ഒരു ഭിത്തിയോട് ചേർത്ത് വെച്ച് അതിങ്ങനെ ലോക്ക് ചെയ്തു കേട്ടോ. അനങ്ങാൻ പാകത്തിൽ, എല്ലാം മുന്നോട്ട് പോകാത്ത രീതിയിൽ. അവസാനം പിന്നെയും ഇങ്ങനെ കയറി ഒരു തരത്തിൽ അതിൽ കയറിയിരുന്ന് ആൾ വീൽ ചെയർ തള്ളി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേനും എല്ലാവരുടെ യോ എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയുന്നു. വെള്ളമൊക്കെ കുടിപ്പിക്കുകയാണ് നന്ദിനിയമ്മ. അപ്പോൾ ആദർശ് വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് എന്താ വേണി, ഇവിടെ എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരഞ്ഞത്? എന്താ സംഭവിച്ചതെന്ന് ആരെങ്കിലും ഒന്ന് പറ. ആരതി ഞരമ്പ് മുറിച്ച് മരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു മുത്തശ്ശി. നന്ദിനി കറക്റ്റ് സമയത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആരതി രക്ഷപ്പെട്ടത്. ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചെന്നോ? ആരതി, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞങ്ങളെക്കുറിച്ച് നീ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് ആവേശത്തിൽ ആദർശ് ചാടി അങ്ങ് എഴുന്നേറ്റു. ഇത് കണ്ട എല്ലാവരും കണ്ണു തള്ളിങ്ങനെ നിൽക്കുകയാണ്. ആദ്യം ആദർശിന് കാര്യം മനസ്സിലായില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ എന്താ നോക്കുന്നതെന്ന് ഓർത്ത്. അപ്പോൾ ഓരോ അതിശയത്തോടെ അപ്പോൾ വേണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നന്ദിനിയമ്മേ, ദേ മുത്തശ്ശി, ആരതി മോളെ, നീ നോക്കി ആദർശേട്ടൻ തനിയെ എഴുന്നേറ്റോ? ദേ കാല് കുത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ആദർശിന് സ്വന്തം കാര്യം മനസ്സിലായത്. പെട്ടെന്ന് വിട്ടു. എന്നിട്ട് ആൾ വേഗം തന്നെ വീൽ ചെയറിലേക്ക് ഇരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാലയ്ക്കൊന്നും അനങ്ങിയില്ല. അമ്മേ നോക്കിയമ്മേ, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കണ്ടമ്മേ, നോക്ക്, ഈശ്വരൻ നമ്മളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ശ്രീകണ്ഠേശ്വര എന്ന് പറഞ്ഞ മുത്തശ്ശി. വേണി, ദേ ഞാൻ എൻ്റെ കാലിൽ എഴുന്നേറ്റ് തിന്നു വേണി എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് വേണി എഴുന്നേറ്റേ എന്ന് ചോദിച്ചു. അപ്പോൾ വേണി കരയാണോ ചിരിക്കാണെന്ന് അറിയില്ല. അവസാനം വേണി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്.
അപ്പോഴാണ് പരിസരം ആളോർത്തത്. അയ്യോ, ആകെ ചമ്മി. പെട്ടെന്ന് നാണം കൊണ്ട് എഴുന്നേറ്റ് വിട്ടോ. അതെ, അത് പിന്നെ നന്ദിനിയമ്മേ, മുത്തശ്ശി, ഞാൻ സന്തോഷം കൊണ്ട് എനിക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ല കേട്ടോ മോനെ എന്ന് വിളിച്ചു നന്ദിനിയമ്മ. നന്ദിനി, നീ കണ്ടോ? ഞാൻ കണ്ടത് സ്വപ്നമൊന്നും അല്ലല്ലോ, സത്യം തന്നെയല്ലേ? എൻ്റെ മുത്തശ്ശിയെ ദേ നോക്കിയേ, നമ്മുടെ ബോക്സിങ് ചാമ്പ്യൻ വീണു പോനെ. എൻ്റെ ഗുരുവായൂരപ്പനുണ്ടല്ലോ, ഗുരുവായൂരപ്പൻ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ, എനിക്ക് ഉറപ്പാ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം വന്നു മനുഷ്യ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശന് സന്തോഷം സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ചിരി കണ്ടോ അങ്ങേര്? ദേ സത്യം പറയട്ടെ നന്ദിനിയമ്മേ, മുത്തശ്ശി, ആരതി മോളെ, നോക്ക് നീ, ആദർശേട്ടൻ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പം കണ്ടോ എങ്ങനെയുണ്ട്? സന്തോഷം ഇല്ലേ? ഇത് മതി, എനിക്ക് ഇത്ര മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു. ഇത് മതി കേട്ടോ എനിക്ക്. സത്യം പറയട്ടെ, ഇനി എൻ്റെ ആദർശേട്ടനെ ഞാൻ ഓടിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി. എൻ്റെ വീണി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ആദർശനെ. നമ്മൾ ജയിച്ചു മനുഷ്യ, നമ്മൾ ജയിച്ചു കേട്ടോ, ജയിച്ചു നമ്മൾ എന്ന് പറഞ്ഞു. എന്നിട്ട് വേണിയുടെ ആ നിപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും സന്തോഷം കൊണ്ട് പറയാൻ പറ്റില്ല. മോനെ, നിൻ്റെ ഈ തിരിച്ചു വരവിന് കാരണം ഈ വേണിമോളാട്ടോ, മനസ്സൊരുക്കിയുള്ള ഇവളുടെ പ്രാർത്ഥനയാട്ടോ. പിന്നീണ്ടല്ലോ ഈശ്വരൻ നിൻ്റെ നെറുകയിൽ തൊട്ടു തന്ന പുണ്യ എൻ്റെ ഈ വേണിമോള് എന്ന് പറഞ്ഞ് വേണിമോളെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നന്ദിനിയമ്മ. പിന്നെ പറയണോ, ആദർശനും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ വേണീനെ. പണ്ടത്തെ ആദർശമൊന്നും അല്ല ഇപ്പം. വേണി എന്ന് പറഞ്ഞാൽ ആദർശിന് ജീവനാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.